ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട എവിയേറ്റർ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്, ജന സർവീസിന് വേണ്ടിയിട്ട് കയറ്റിയിരിക്കണം. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. കസ്റ്റമർ 1-2 കംപ്ലയിൻറ്റ്സ് വേണ്ടിട്ടുണ്ട്. അതിൻ്റെ സെൽഫ് ചെക്ക് ചെയ്യുക, അതുപോലെ ഹാൻഡിലൊരു ടൈറ്റ് തിരിക്കുമ്പോൾ ഇതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ്. പിന്നെ ഫ്രണ്ട് ഇളക്കം, സൗണ്ട്, ഇതൊക്കെയാണ് നമ്മൾ ജന സർവീസിന് വേണ്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ബ്രേക്കിൻ്റെ ഭാഗം പോലെ ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്കിൽ ബ്രേക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഉപയോഗിക്കാൻ കേട്ടോ. വേറെ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്ക് വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റ് ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, നമുക്കത് തന്നെ ഉപയോഗിക്കാം. വേറെ കുഴപ്പമൊന്നുമില്ല. ബ്രേക്ക് ഷോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ടയറായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഹബ്ബ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം. അതേപോലെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യുമ്പോൾ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ആയിട്ട് വേറെ ഒന്നുമില്ല. അതിന് വേരിയേറ്റർ ബോഡി, റോളർ വെയിറ്റ്, അതിൻ്റെ ബോസ് ഡ്രൈവ് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ബെൽറ്റായാലും നമുക്ക് ഉപയോഗിക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണം, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഒന്നും ഫുള്ളായിട്ടൊന്ന് അയച്ച് ക്ലീൻ ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്തുകൊണ്ട് എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ അതിന് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഡിസ്ക് പാഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ഡിസ്ക് പാഡ് നമുക്ക് ഉപയോഗിക്കാനുണ്ട്, നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിൽ ടയറായാലും ഉപയോഗിക്കാനുണ്ട്, വേറെ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിൽ പിന്നെ ഒരു ടൈറ്റൊക്കെ കാണിച്ച് ഫ്രണ്ട് 2 വീലും എയർ നല്ല രീതിയിൽ കുറവാണ്, അതാണ് വണ്ടി എടുത്ത് തിരിക്കാനൊക്കെ ഒരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. നിലവിൽ അല്ലാതെ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ ബാറ്ററിയുടെ ഭാഗം ചെക്ക് ചെയ്തുകൊണ്ട് ബാറ്ററി ഇരിക്കുന്നത് 2023 മോഡലാണ് ബാറ്ററി ഇരിക്കുന്നത്. പക്ഷേ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ബാറ്ററി കംപ്ലയിൻ്റാണ്. അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.67 റേഞ്ച് വോൾട്ടുണ്ട്. ആ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് ഡൗൺ ആയി പോകണം. ബാറ്ററി മാറ്റി കഴിഞ്ഞാലാണ് നമുക്ക് സെൽഫ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ഫ്രണ്ടിലെ സൗണ്ടൊക്കെ കാണിക്കുന്നത് ഫ്രണ്ടിലെ ഹാൻഡിൽ കവറൊക്കെ ഫുള്ളായിട്ട് പൊട്ടിയിട്ടൊക്കെ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ഐറ്റം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റി കളയുന്നതായിരിക്കട്ടോ നല്ലത്. നിലവിലെ ഐറ്റം സ്റ്റോക്ക് ഉണ്ടോ നോക്കട്ടെ, നോക്കിയിട്ട് അതിനെ കുറിച്ചിട്ട് പറയാം. പിന്നെ അതിൻ്റെ പ്ലഗിൻ്റെ ഭാഗം ചെക്ക് ചെയ്തുകൊണ്ട് പ്ലഗ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് പ്ലഗ് ഒന്ന് മാറ്റിയില്ല കേട്ടോ. ഷോർട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ ഷോർട്ടായിട്ട് അതിൻ്റെ ഗ്യാപ്പിനൊക്കെ നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ പുറമേ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ വലിയ കുഴപ്പം കാണിക്കൊന്നുമില്ല. കൈയുടെ ആ പ്ലഗ് ഒന്ന് മാറ്റിയിടാം. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ പറയുക. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഓയിലായിട്ടാണ് കാണുന്നത്. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. എഞ്ചിൻ ഓയിൽ നമുക്ക് അതിനെ ഉപയോഗിക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. ഇതിപ്പോൾ ബാറ്ററിയാണ് നമുക്ക് മെയിനായിട്ട് മാറ്റാനുള്ളത്. പിന്നെ ഫ്രണ്ടിലെ ഹാൻഡിൽ കവറൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സ്റ്റോക്ക് ഉണ്ടോ നോക്കട്ടെ, നോക്കിയിട്ട് പറയാം. ഓക്കെ.